ഇന്ത്യയുടെ ഉയർന്ന തീരുവകളെക്കുറിച്ചുള്ള തന്റെ നിലപാട് ആവർത്തിച്ചുകൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് രംഗത്ത് വന്നു. അദ്ദേഹത്തെ മികച്ച സുഹൃത്ത് എന്നും വളരെ ബുദ്ധിമാനായ മനുഷ്യനെന്നും വിളിച്ചു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പരസ്പര തീരുവ ഏർപ്പെടുത്തണമെന്ന് തന്റെ ഭരണകൂടം സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ നല്ല ഫലങ്ങൾ നൽകുമെന്നും വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച ട്രംപ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി മോദി അടുത്തിടെയാണ് ഇവിടെ വന്നത്. ഞങ്ങൾ എപ്പോഴും വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നുവെന്നും ലോകത്തിലെ ഏറ്റവും ഉയർന്ന തീരുവ ചുമത്തുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ എന്നും അവർ വളരെ മിടുക്കരാണെന്നും ട്രംപ് വ്യക്തമാക്കി. അദ്ദേഹം വളരെ മിടുക്കനായ മനുഷ്യനും എൻ്റെ ഒരു നല്ല സുഹൃത്തുമാണെന്നും ഞങ്ങൾ വളരെ നല്ല ചർച്ചകൾ നടത്തിയെന്നും ഇന്ത്യക്കും നമ്മുടെ രാജ്യത്തിനുമിടയിൽ കാര്യങ്ങൾ വളരെ നന്നായി നടക്കുമെന്നും ഞാൻ കരുതുന്നതായും ട്രംപ് വ്യക്തമാക്കി. നിങ്ങൾക്ക് ഒരു മികച്ച പ്രധാനമന്ത്രി ഉണ്ടെന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ് പറഞ്ഞു. ട്രംപ് അന്യമായ വ്യാപാര രീതികൾ എന്ന് വിശേഷിപ്പിച്ചതിൻ്റെ പേരിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മേൽ പരസ്പര തീരുവ ചുമത്താൻ US തയ്യാറെടുക്കുന്നതിനിടെ വ്യാപാര സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ ഇപ്പോൾ വളരെയധികം ട്രെൻഡിങ് ആയത്. ഇന്ത്യയുടെ വ്യാപാര നയങ്ങളെ ട്രംപ് പലതവണ വിമർശിച്ചിട്ടുണ്ട്. മുമ്പ് രാജ്യത്തെ താരിഫ് രാജാവ് എന്നും അതിൻ്റെ ഇറക്കുമതി തീരുവകളെ വളരെ അന്യായവും ശക്തവുമാണെന്നും വിളിച്ചിരുന്നു ട്രംപ്. ഇന്ത്യയുമായി എനിക്ക് വളരെ നല്ല ബന്ധമാണുള്ളത്. പക്ഷേ ഇന്ത്യയുമായി എനിക്കുള്ള ഒരേ ഒരു പ്രശ്നം അവർ ലോകത്തിലെ ഏറ്റവും ഉയർന്ന താരിഫ് ചുമത്തുന്ന രാജ്യങ്ങളിലൊന്നാണ് എന്നതാണ്. അവർ ആ താരിഫുകൾ ഗണ്യമായി കുറയ്ക്കാൻ സാധ്യതയുണ്ടാകുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഏപ്രിൽ 2-ന് അവർ ഞങ്ങളിൽ നിന്നും ഈടാക്കുന്ന അതേ താരിഫുകൾ തന്നെ ഞങ്ങൾ അവരിൽ നിന്നും ഈടാക്കും, അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ വ്യാപാര നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇന്ത്യയിലേക്ക് ഒന്നും വിൽക്കാൻ കഴിയില്ല, അത് ഏതാണ്ട് നിയന്ത്രണങ്ങൾ നിറഞ്ഞതാണ്, അവർ സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അവരുടെ താരിഫ് കുറയ്ക്കാൻ അവർ ആഗ്രഹിക്കുന്നു, കാരണം ആരോ ഒടുവിൽ അവർ ചെയ്തതിന് അവരെ തുറന്നു കാട്ടുകയും ചെയ്തിട്ടുണ്ട്.